സംസ്ഥാനത്ത് ഹീമോഫീലിയ രോഗികൾക്ക് സൗജന്യമായി നൽകി വരുന്ന മരുന്നുകൾക്ക് കടുത്ത ക്ഷാമം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ കടുത്ത ക്ഷാമം അനുഭവിപ്പിക്കുന്നതിനിടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ കിട്ടാനില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. നിലവിൽ ഹീമോഫീലിയ രോഗികൾക്ക് സൗജന്യമായി നൽകി വരുന്ന മരുന്നുകൾ കഴിഞ്ഞ 2 മാസമായി എവിടെയും കിട്ടാനില്ല. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. രോഗം ബാധിച്ചവരിൽ മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കും. രക്തസ്രാവം നിലയ്ക്കാതിരിക്കുന്നത് രോഗികളുടെ മരണത്തിന് കാരണമാകും. കാരുണ്യ ഫാർമസികൾ വഴിയാണ് മരുന്നുകൾ വിതരണം ചെയ്തു വരുന്നത്. രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ഫാർമസിയിലെത്തി കുത്തിവയ്പ് എടുക്കാറാണ് പതിവ്. ഒരു ഡോസിന് 2000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് വില. താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ മാസങ്ങളായി മരുന്നില്ല. ഓരോ ജില്ലയിലെയും നോഡൽ സെന്ററായ ജില്ലാ ആശുപത്രികളിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് മരുന്ന് വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ സൗജന്യ മരുന്ന് വിതരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്ത് മരുന്ന് വിതരണം. കേന്ദ്രവിഹിതമായ 60% കൃത്യമായി നൽകിയിട്ടും മരുന്ന് ലഭ്യമല്ലാത്തതിന് കാരണം ആരോഗ്യവകുപ്പ് തുക വകമാറ്റി ചിലവഴിക്കുന്നതാണെന്നാണ് ഉയരുന്ന വിമർശനം. ജനം, തിരുവനന്തപുരം.